LDFിൽ റിബൽ ശക്തിയാവാൻ CPI. ഇടത് MLA PV അൻവറിൻ്റെ ആരോപണത്തെക്കാൾ ADGP അജിത് കുമാറിൻ്റെ കാര്യത്തിലുള്ള തീരുമാനത്തിനാണ് CPI മുൻഗണന നൽകുന്നത്. അൻവറിനെക്കുറിച്ച് തങ്ങൾ ആലോചിക്കുകയോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാനോ തയ്യാറല്ലെന്ന് CPIയിലെ മുതിർന്ന നേതാവ് കലാകൗമുദിയോട് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ CPIക്ക് കടുത്ത അതൃപ്തിയുണ്ട്. തൃശ്ശൂർ പൂരം സംബന്ധിച്ചും അൻവറിൻ്റെ ആരോപണങ്ങൾ സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ടെന്നും ആ റിപ്പോർട്ട് വന്ന ശേഷം തീരുമാനമെടുക്കാമെന്നുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ ആരോപണങ്ങൾ ഉണ്ടായ സമയം മുതൽ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തണമെന്ന ആവശ്യവുമായി CPI രംഗത്തുണ്ട്. ഇതൊന്നും CPMോ മുഖ്യമന്ത്രിയോ മുഖവിലക്കെടുത്തിട്ടില്ല. ഇതാണ് CPIയെ ചൊടിപ്പിക്കുന്നത്. മുന്നണിയിലെ പ്രബല കക്ഷിയായിരുന്നിട്ടും തങ്ങളുടെ അഭിപ്രായങ്ങൾക്കോ നിർദ്ദേശങ്ങൾക്കോ CPM വില കൽപ്പിക്കുന്നില്ലെന്നും പാർട്ടിക്ക് അഭിപ്രായമുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലെ പ്രസ്താവനകളിലും CPIക്ക് കടുത്ത അമർഷമുണ്ട്. ആ പ്രസ്താവനകളിൽ CPI കൂട്ടായി തീരുമാനമെടുക്കും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിലവിൽ അമേരിക്കയിലാണ്. അദ്ദേഹം ഈ മാസം 25-ന് മടങ്ങിയെത്തും. 26-ന് CPI നേതാക്കൾ കൂടിയാലോചനകൾ നടത്തി മുഖ്യമന്ത്രിക്ക് മറുപടി നൽകാനാണ് തീരുമാനം. അതുവരെ CPIയിലെ ഒരു നേതാവും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കില്ലെന്നും മുതിർന്ന നേതാവ് പറഞ്ഞു. മാത്രമല്ല, UDFിലേക്കുള്ള കോൺഗ്രസിൻ്റെ ക്ഷണം അവഗണിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുന്നണി മാറ്റം ഇതുവരെ ചിന്തിച്ചിട്ടേയില്ല. അതിനുള്ള കാരണങ്ങളൊന്നും ഇപ്പോൾ മുന്നിലില്ല. ചില നിലപാടുകളിലെ പ്രശ്നങ്ങൾ മാത്രമാണ് ഇപ്പോഴുള്ളത്. അതൊക്കെ ബിനോയ് വിശ്വം മടങ്ങിയെത്തിയ ശേഷം പാർട്ടി കൂട്ടായി തീരുമാനിച്ച് നിലപാട് വ്യക്തമാക്കും. അടുത്ത മാസം 4-ന് നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. പ്രതിപക്ഷം ഈ വിഷയങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരികയും സഭ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്. ഈ സമയം നിയമസഭയിലെ CPIയുടെ നിലപാട് ഏറെ നിർണായകമാണ്. അതിനു മുമ്പ് ഈ വിഷയം പരിഹരിക്കാനാണ് CPI നേതാക്കളുടെ തീരുമാനം. അതേസമയം പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ CPIക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ സാധ്യതയില്ല. അതിന് കാരണം തുടക്കം മുതൽ CPI സ്വീകരിച്ച നിലപാടുകളാണ്. CPIയും പ്രതിപക്ഷവും ADGPയെ മാറ്റണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ മുഖ്യമന്ത്രി അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPIയുടെ ഓരോ ചലനവും ശ്രദ്ധാപൂർവമാണ് നടത്തുന്നത്. അജിത് കുമാറിനെതിരെ നിലവിൽ വിജിലൻസ് അന്വേഷണത്തിന് മാത്രമാണ് ഉത്തരവിറക്കിയത്. മറ്റ് ആരോപണങ്ങൾ സംബന്ധിച്ച് ഇതുവരെ അന്വേഷണത്തിന് ഉത്തരവിറക്കിയിട്ടില്ല. ഇതും CPIയെ ചൊടിപ്പിക്കുന്നുണ്ട്. അതിനിടെ തൃശ്ശൂർ പൂരം കലക്കൽ സംബന്ധിച്ച് ADGP അജിത് കുമാർ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം DGPക്ക് കൈമാറിയിരുന്നു. ആരോപണ വിധേയൻ തന്നെ അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ട് വിശ്വസനീയമല്ലെന്ന് CPI പറയുന്നു. പൂരം കലക്കലിൽ ഗൂഢാലോചനയുണ്ടെന്ന് CPI നേതാവ് VS സുനിൽകുമാർ ആവർത്തിച്ചു. ബാഹ്യ ഇടപെടലില്ലെന്ന റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ല. കമ്മീഷണർ ഒരാൾ വിചാരിച്ചാൽ മാത്രം പൂരം കലക്കാനാവില്ല. അവിടെ ഒരു IPSകാരൻ മാത്രമല്ലല്ലോ ഉണ്ടായിരുന്നത്. പൂരം അലങ്കോലമായതിൽ ബന്ധപ്പെട്ട ആളുകൾക്ക് കൈകഴുകാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തൃശ്ശൂർ പൂരം അലങ്കോലമായതിൽ ബാഹ്യശക്തികളുടെ ഇടപെടലോ ഗൂഢാലോചനയോ ഇല്ലെന്നാണ് ADGP MR അജിത് കുമാറിൻ്റെ റിപ്പോർട്ട്. സംഭവിച്ചത് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന് ഏകോപനത്തിലുണ്ടായ പാളിച്ച മാത്രമാണെന്നാണ് ADGP സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ദേവസ്വങ്ങൾക്കെതിരെയും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്.